ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് രഞ്ജിത്ത്. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് സജ്ജമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഡിജിപിയുമായി കമ്മീഷൻ ചർച്ച നടത്തി. സംസ്ഥാനത്ത് നിന്ന് 4138 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 7108 പേർ രോഗമുക്തരായി. കോവിഡ് ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി. സ്റ്റാർട്ടപ്പുകൾക്ക് സുസ്ഥിര സംരംഭങ്ങളായി വളരാൻ എല്ലാ പിന്തുണയും നൽകുമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് 5 പുതിയ പോക്സോ അതിവേഗ കോടതികൾ പ്രവർത്തനം തുടങ്ങി. ബീഹാറിൽ രണ്ടാംഘട്ട വോട്ടെടുപ്പ് നാളെ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. വാർത്തകൾ വിശദമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ക്രമസമാധാനം ഉറപ്പുവരുത്താൻ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഡിജിപിയുമായി ചർച്ച നടത്തി. കമ്മീഷൻ ആസ്ഥാനത്തായിരുന്നു കൂടിക്കാഴ്ച. ഡിസംബർ ആദ്യവാരം വോട്ടെടുപ്പ് നടത്തി 31 മുമ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് കമ്മീഷൻ ആലോചിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഡിജിപിയുമായി ചർച്ച നടത്തിയത്. വോട്ടെടുപ്പിന് സാമൂഹിക അകലം പാലിക്കേണ്ടതിനാൽ ഓരോ ബൂത്തിലും കൂടുതൽ പോലീസുകാരെ വിന്യസിക്കേണ്ടിവരും. ക്രമസമാധാനത്തിനും കൂടുതൽ പേർ വേണ്ടിവരും. ഇക്കാര്യത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് ഡിജിപി കമ്മീഷന് ഉറപ്പ് നൽകി. ചീഫ് സെക്രട്ടറിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ഈ ആഴ്ച തന്നെ വോട്ടെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനാണ് സാധ്യത. തെരഞ്ഞെടുപ്പിന് സജ്ജമെന്ന് കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാനത്ത് നിന്ന് 4138 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 7108 പേർ രോഗമുക്തരായി. ഇന്ന് 21 കോവിഡ് മരണമാണ് സ്ഥിരീകരിച്ചത്. 438 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 86,681 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. കോവിഡ് ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി. രോഗവ്യാപനം കൂടിയിട്ടും സംസ്ഥാനത്ത് മരണനിരക്ക് കുറവാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രോഗവ്യാപനത്തിന്റെ പ്രതിവാര വർധന 5% കുറഞ്ഞതായാണ് കാണുന്നത്. ക്യൂമുലേറ്റീവ് ഡബിളിംഗ് റേറ്റ് 40 ദിവസമായി വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു. രോഗവിമുക്തിയുടെ നിരക്കും കാര്യമായി വർദ്ധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് കോവിഡ് വാക്സിൻ ട്രയലുകൾ ചെയ്യുന്നതിനായി റെഡ്ഡീസ് ലാബോറട്ടറിയുമായി ബന്ധപ്പെട്ടെങ്കിലും അവർ ഇന്ത്യയിൽ ഇതുവരെ ക്ലിനിക്കൽ ട്രയലുകൾ തുടങ്ങിയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സിറം ഇന്ത്യ ലിമിറ്റഡ് ആവശ്യപ്പെട്ടത് പ്രകാരം തൃശൂർ, തിരുവനന്തപുരം, കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ആവശ്യമായ തുടർ നടപടി സ്വീകരിച്ച് മുന്നോട്ടു പോകും. മാസ്ക് ധരിക്കുന്നതിന്റെ പ്രാധാന്യം കൂടുതൽ ഗൌരവത്തോടെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പുതിയ ക്യാമ്പയിൻ ആരംഭിച്ചു. മാസ്ക് ധരിക്കൂ, കുടുംബത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യമുയർത്തുന്ന ക്യാമ്പയിൻ ആധുനിക ആശയവിനിമയ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കും. പോക്സോ കേസുകൾ വേഗത്തിലാക്കാൻ സ്ഥാപിക്കുന്ന 5 പുതിയ ഫാസ്റ്റ് ട്രാക്ക് കോടതികളുടെ പ്രവർത്തനം തുടങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസ് വഴി ഉദ്ഘാടനം നിർവഹിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ കർക്കശമായി നേരിടുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ടെക്നോ പാർക്കിൽ ആക്സിലറേറ്റർ ഫോർ ഇലക്ട്രോണിക്സ് ടെക്നോളജീസിന് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇലക്ട്രോണിക്സ് അനുബന്ധ മേഖലയിലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യാധിഷ്ഠിത സ്റ്റാർട്ടപ്പുകൾക്ക് വളരാൻ ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷമാണ് കേരളത്തിലുള്ളതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വളർച്ചാഘട്ടത്തിലുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് സുസ്ഥിര സംരംഭങ്ങളായി വികസിക്കാനുള്ള പിന്തുണയൊരുക്കും. തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്ങമല ഇൻഡോർ സ്റ്റേഡിയം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. 3 കോടി രൂപ ചെലവഴിച്ച് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ് സ്റ്റേഡിയം നിർമ്മിച്ചത്. കേരളത്തിന്റെ വികസനമെന്നാൽ കായിക വികസനം കൂടിയാണ് എന്നതാണ് സർക്കാർ കാഴ്ചപ്പാടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര നിലവാരമുള്ള മൾട്ടിപർപ്പസ് ഇൻഡോർ സ്പോർട്സ് ഹബ്, ജിംനേഷ്യം എന്നിവ ഒരുക്കിയിട്ടുണ്ട്. സ്റ്റേഡിയത്തിൽ PVC ഫ്ലോറിംഗോട് കൂടിയ ബാഡ്മിന്റൺ കോർട്ട്, തടിപാകിയ വോളിബോൾ, ബാസ്കറ്റ്ബോൾ, കബഡി കോർട്ടുകൾ, ക്രിക്കറ്റ് പരിശീലനത്തിനുള്ള പിച്ച് എന്നിവയുമുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ OP ബ്ലോക്കിൽ പുതുതായി സ്ഥാപിച്ച കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഹൈടെക് കിയോസ്ക് മന്ത്രി KK ശൈലജ ഉദ്ഘാടനം ചെയ്തു. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ സേവനങ്ങൾക്കായി ഹെൽത്ത് ഏജൻസിയാണ് കിയോസ്ക് സജ്ജമാക്കിയത്. വേളിയെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ടൂറിസം കേന്ദ്രമാക്കുന്നതിന്റെ ഭാഗമായി സജ്ജീകരിച്ച മിനിയേച്ചർ ട്രെയിൻ, അർബൻ പാർക്ക്, സ്വിമ്മിംഗ് പൂൾ എന്നിവയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചു. 60 കോടി രൂപയുടെ പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലൈഫ് മിഷൻ ക്രമക്കേടിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിനെ 5ാം പ്രതിയാക്കി വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. സ്വപ്നയും സന്ദീപും സരിത്തും യൂണിടാക് കമ്പനിയുമാണ് മറ്റു പ്രതികൾ. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സരിത്തിനെ ജയിലിലെത്തി ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് സ്വപ്നയ്ക്കും സരിത്തിനും സന്ദീപിനും യൂണിടാക്കിനുമൊപ്പം ശിവശങ്കറിന് കൂടി പ്രതി ചേർക്കാൻ വിജിലൻസ് തീരുമാനിച്ചത്. 4 ദിവസത്തെ എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിക്ക് ശേഷം ബിനീഷ് കൊടിയേരിയെ ഇന്ന് ബംഗളൂരു കോടതിയിൽ ഹാജരാക്കി. ബിനീഷിന്റെ കസ്റ്റഡി കാലാവധി 5 ദിവസം കൂടി ദീർഘിപ്പിച്ചതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു.
കള്ളപ്പണ ഇടപാട് ആരോപണത്തിൽ പി ടി തോമസ് എംഎൽഎക്കെതിരെ വിജിലൻസ് അന്വേഷണം. ഇടപ്പള്ളി ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് പ്രാഥമിക അന്വേഷണം. ഇടപ്പള്ളിയിൽ സ്വത്ത് കച്ചവടത്തിനിടെ 90 ലക്ഷം രൂപ പിടിച്ചെടുത്ത കേസിൽ ആദായനികുതി വകുപ്പ് അന്വേഷണം നടത്തിവരികയാണ്. സംഭവസ്ഥലത്തുണ്ടായിരുന്ന പി ടി തോമസ് എംഎൽഎക്കെതിരെ നേരത്തെ ആരോപണമുയർന്നിരുന്നു. ജയിൽ വകുപ്പിന്റെ ഫ്രീഡം ഫുഡ് പാർക്ക് ദേശീയതലത്തിൽ തന്നെ മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആലപ്പുഴ ജില്ലാ ജയിലിന്റെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വർഷത്തെ ഒ വി വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ടി പത്മനാഭനും സുഭാഷ് ചന്ദ്രനും അമൽ രാജനുമാണ് പുരസ്കാരങ്ങൾ. കഥാസമാഹാരം, നോവൽ, പ്രസിദ്ധീകരിക്കാത്ത യുവകഥ എന്നീ വിഭാഗങ്ങളിലാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075ലും ദിശയുടെ 1056ലും ബന്ധപ്പെടാം. ബീഹാറിൽ രണ്ടാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നാളെ. പറ്റ്ന, വൈശാലി, സീതാമഢി, ദർഭംഗ, മധുബനി ഉൾപ്പെടെ 17 ജില്ലകളിലായി 94 നിയോജക മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. 146 വനിതകളും ഒരു ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥിയും ഉൾപ്പെടെ 1463 പേരാണ് മത്സരിക്കുന്നത്. രാജ്യത്ത് കോവിഡ് രോഗബാധിതരുടെ എണ്ണവും മരണങ്ങളും കുറഞ്ഞുവരുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 82 ലക്ഷം കോവിഡ് ബാധിതരിൽ 5.5 ലക്ഷത്തോളം പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 45,230 പുതിയ കോവിഡ് കേസുകളാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് ചെയ്തത്. ലോകത്ത് ഇതുവരെ 4,69 ലക്ഷത്തിലധികം പേർക്കാണ് കോവിഡ് ബാധിച്ചത്. 3,38 ലക്ഷത്തിലധികം പേർ സുഖം പ്രാപിച്ചു. 12 ലക്ഷത്തിലധികം പേർ മരിച്ചു. ആദ്യ പ്രസവത്തിന് 5,000 രൂപ ലഭ്യമാക്കുന്ന മാതൃവന്ദന യോജന പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനായി 13.22 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി കെ ശൈലജ. സംസ്ഥാനത്തെ സാധാരണക്കാരായ ലക്ഷക്കണക്കിന് അമ്മമാർക്കാണ് ഈ പദ്ധതിയിലൂടെ പ്രയോജനം ലഭിക്കുന്നത്. മാതൃവന്ദന യോജന പദ്ധതിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ QR കോഡ് സംവിധാനം ഏർപ്പെടുത്തി വരുന്നതായി മന്ത്രി അറിയിച്ചു. ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തുന്നതിന് നിശ്ചയിച്ച സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യൻ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം 6-ന് ചേരും. മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായാണ് യോഗം. സ്വപ്ന സുരേഷ് നൽകിയ ഐഫോണുകൾ ആരുടെയൊക്കെ കയ്യിലാണെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ തനിക്കെതിരെ അപവാദം പ്രചരിപ്പിച്ച CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഫോണുകൾ ആരുടെയൊക്കെ കയ്യിലാണെന്ന വിവരം പൂർണ്ണമായി പുറത്തുവന്നു കഴിഞ്ഞു. എന്തും വിളിച്ചു പറഞ്ഞ രാഷ്ട്രീയ എതിരാളികളെ തേജോവധം ചെയ്യുന്ന കോടിയേരിയുടെ ശീലം ഒരു പാർട്ടിയുടെ സംസ്ഥാന നേതാവിന് യോജിച്ചതല്ലെന്ന് ശ്രീ ചെന്നിത്തല പ്രസ്താവനയിൽ പറഞ്ഞു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. രാത്രി 7:30-ന് അബുദാബിയിലാണ് മത്സരം. കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനുവേണ്ടി BJP നോർത്ത് നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കാര്യാലയം ഉദ്ഘാടനം സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് നിർവഹിച്ചു. കോൾ സെന്റർ ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി P രഘുനാഥ് നിർവഹിച്ചു. സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ മലപ്പുറം പെരിന്തൽമണ്ണയിൽ സ്ഥാപിച്ച വനിതാ മിത്ര കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ ശൈലജ നിർവഹിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയിലെ എരവിമംഗലത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായത്തോടെ 8 കോടി രൂപ ചെലവഴിച്ചാണ് വനിതാ മിത്ര കേന്ദ്രം ആരംഭിച്ചത്. രാജ്യത്ത് ഓഹരി വിപണികളിൽ ഇന്ന് നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 143 പോയിന്റ് ഉയർന്ന് 39,757ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 26 പോയിന്റ് നേട്ടത്തിൽ 11,699ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് സജ്ജമെന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. DGPയുമായി കമ്മീഷൻ ചർച്ച നടത്തി. സംസ്ഥാനത്ത് നിന്ന് 4,138 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 7,108 പേർ രോഗമുക്തരായി. കോവിഡ് ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി. സ്റ്റാർട്ടപ്പുകൾക്ക് സുസ്ഥിര സംരംഭങ്ങളായി വളരാൻ എല്ലാ പിന്തുണയും നൽകുമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് 5 പുതിയ പോക്സോ അതിവേഗ കോടതികൾ പ്രവർത്തനം തുടങ്ങി. ബീഹാറിൽ രണ്ടാംഘട്ട വോട്ടെടുപ്പ് നാളെ. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്തകൾ 7:25-ന്.